എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 19ാം ദിവസമായ ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിലെ തൃതീയ സർഗമാണ് പാരായണം ചെയ്യുന്നത്. താരാവിലാപം, താരോപദേശം, സുഗ്രീവാഭിഷേകം ഇവയാണ് ഇതിലെ പ്രതിപാദ്യം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ, രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. കിഷ്കിന്ധാകാണ്ഡം തൃതീയ സർഗം. താരാവിലാപം, താരോപദേശം, സുഗ്രീവാഭിഷേകം. ശ്രീ മഹാദേവ ഉവാച നിഹതേ ബാലിനി രണേ രാമേണ പരമാത്മനാ ദുദ്രുവർവാനരാഃ സർവേ കിഷ്കിന്ധാം ഭയവിഹ്വലാ. താരാമോജുർമഹാഭാഗേ ഹതോ ബാലീരണാജിരേ അംഗദം പരിരക്ഷാദ്യ മന്ത്രിണ പരിണോദയ. ചതുർദ്വാരകപാടാദീൻ ബദ്ധ്വാ രക്ഷാമഹേ പുരീം വാനരാണാം ദുരാജാനാം അംഗദം കുരു ഭാമിനി. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, പരമാത്മാവായ രാമനാൽ രണത്തിൽ ബാലി കൊല്ലപ്പെട്ടതോടെ വാനരെല്ലാം പേടിച്ച് നടുങ്ങി കിഷ്കിന്ധയിലേക്ക് ഓടി. താരയോട് അവർ പറഞ്ഞു, മഹാമാന്യേ, ബാലി പോർക്കളത്തിൽ കൊല്ലപ്പെട്ടു. ഇപ്പോൾ അംഗദനെ പരിരക്ഷിക്കണം. മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകണം. 4 കോട്ടവാതിലുകളുടെയും കതക് പൂട്ടി. അല്ലയോ ശോഭനെ, അംഗദനെ നീ രാജാവായി വാഴിച്ചാലും. നിഗതം ബാലിനം ശ്രുത്വാ താരാ ശോകവിമൂർച്ഛിത അതാടയത് സ്വപാണിഭ്യം ശിരോ വക്ഷച്ഛപൂരിശ. കിം അംഗദേന രാജ്യേന നഗരേണ ധനേനവ ഇദാനീമേവം ധനം യാസ്യാമി പതിനാ സഹ. ഇത്യുക്ത്വാ തുരിതാ തത്ര രുദതീ മുക്തമൂർധജാ യയൗ താരാ അതിശോകാർത്ഥാ യത്ര ഭർതൃകളേഭരം. ബാലി കൊല്ലപ്പെട്ടത് കേട്ട് ശോകമൂർച്ഛിതനായ താര സ്വഭുജങ്ങളാൽ തലയിലും മാറിലും ഒട്ടേറെ താടിച്ചു. അംഗദൻ രാജ്യം, നഗരം, ധനം ഇവയാൽ എനിക്ക് എന്ത് കാര്യം? ഭർത്താവിനോട് ഇപ്പോൾ തന്നെ ഞാൻ മരണമടയും എന്ന് പറഞ്ഞ് ശോകാർത്തിയായി മുടിയഴിച്ചിട്ട് കരയുന്ന താര പെട്ടെന്ന് സ്വഭർത്താവിൻ്റെ ജഡം കിടക്കുന്നിടത്തേക്ക് പോയി. പതിതം ബാലിനം ദൃഷ്ട്വാ രക്തയീ പാം സുഭിരാവൃതം രുദതീ നാഥനാഥേതി പതിതാ തസ്യ പാദയോ. കരുണം വിലവന്തി സാ ദദർശ രഘുനന്ദനം രാമാ മാം ജഹി ബാണേന ഏന ബാലീഹതസ്ത്വയാ. ഗച്ഛാമി പതിസാലോക്യം പതിർമാം അഭികാംക്ഷതേ. സ്വർഗേപി ന സുഖം തസ്യ മാം വിനാ രഘുനന്ദന. പത്നീവിയോഗജം ദുഃഖമനുഭൂതം ത്വയാനഘ. ബാലിനേ മാം പ്രയശ്ചാശു പത്നീദാനഫലം ഭവേത്. സുഗ്രീവ ത്വം സുഖം രാജ്യം ദാപിതം ബാലിഘാതിന
രാമേണ രുമയാ സാർദ്ധം ഭുങ്ക്ഷ്വാ സാപത്മവർജിതം. ചോര പുരണ്ട പൊടിയിൽ കിടക്കുന്ന ബാലിയെ കണ്ടപ്പോൾ നാഥാ നാഥാ എന്ന മുറവിളിയോടുകൂടി അവൾ അവൻ്റെ കാൽക്കൽ വീണു. സങ്കടത്തോടുകൂടി രാഘവനെ കണ്ടു പറഞ്ഞു, രാമ, ഏതമ്പിനാൽ ബാലി നിന്നാൽ കൊല്ലപ്പെട്ടുവോ, അതുകൊണ്ട് എന്നെയും കൊന്നുകൊള്ളൂ. ഭർത്താവ് പോയിടത്തേക്ക് ഞാനും പോകട്ടെ, പ്രിയൻ എന്നെ കാത്തിരിക്കുകയാണ്. രാഘവ, സ്വർഗത്തിൽ പോലും അവൻ എന്നെ കൂടാതെ സുഖമുണ്ടാകില്ല. അല്ലയോ രാമ, പ്രിയയെ പിരിഞ്ഞതിനാൽ ഉളവായ വേദന നീയും കൂടി അനുഭവിച്ചതാണല്ലോ. എന്നെക്കൂടി ബാലിയുടെ അടുത്തേക്ക് എത്തിക്കൂ, പത്നീദാനത്തിൻ്റെ ഫലം നിനക്ക് കിട്ടും. സുഗ്രീവ, ബാലിയുടെ ഘാതകനായ രാമനാൽ നൽകപ്പെട്ട നിർബാധമായ രാജ്യം ഒരുമയോടുകൂടി നീ സസുഖം ഭുജിച്ചോളൂ. ഇത്യേവം വിലപന്തീം താം താരാം രാമോ മഹാമനാഹ സാന്ത്വയാമാസദയ തത്വജ്ഞാനോ ഉപദേശതഃ. ഇങ്ങനെ വിലപിക്കുന്ന താരയെ ആ മഹാമനസ്കനായ രാമൻ കനിവോടെ തത്വജ്ഞാനോപദേശത്താൽ സമാശ്വസിപ്പിച്ചു. കിം ഭീരുശോജസി വ്യർത്ഥം ശോകസ്യാ വിഷയം പതിം പതിസ്തവായാം ദേഹോ വാ ജീവോ വാ വദതത്വതഃ. നീ എന്തിനാണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിന്റെ ഈ ഭർത്താവ് തത്വത്തിൽ ദേഹമാണോ ജീവനാണോ? പഞ്ചാത്മകോ ജഡോ ദേഹ ത്വം മാംസാരുധിരാസ്തിമാൻ കാലകർമ്മഗുണോത്പന്ന സോ അപ്യാസ്തേദ്യാപിതേ പുരഃ. പഞ്ചഭൂത നിർമ്മിതമായ ദേഹം ജഡമാണ്. തൊലി, മാംസം, രക്തം, അസ്ഥി ഇവ ചേർന്നതും കാലം, കർമ്മം, ഗുണം ഇവയിൽ നിന്നുണ്ടായതുമായ ആ ദേഹമാണ് ഇപ്പോൾ നിന്റെ മുമ്പിൽ കിടക്കുന്നത്. മന്യസേ ജീവമാത്മാനം ജീവസ്തർഹി നിരാമയ ന ജായതേ ന മ്രിയതേ ന തിഷ്ഠതി ന ഗച്ഛതി ന സ്ത്രീ പുമാൻ വാ ഷണ്ഡോ വാ ജീവ സർവഗതോ അവ്യയ ഏക ഏവാദ്വിതീയോയം ആകാശവത് അലേപക നിത്യോ ജ്ഞാനമയ ശുദ്ധ സ കഥം ശോകമർഹതി. ആത്മാവായ ജീവനെയാണ് നീ സ്വഭർത്താവെന്ന് കരുതുന്നെങ്കിൽ ജീവൻ അല്ലല്ലാത്തതാണ്. അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, നിൽക്കുന്നില്ല, പോകുന്നുമില്ല. ജീവൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമോ അല്ല. അതെങ്ങും നിറഞ്ഞതും അഴിവില്ലാത്തതുമാണ്. അത് ഏകവും അദ്വിതീയവുമാണ്. ആകാശം പോലെ ലേപനമില്ലാത്തതും എന്നുമുള്ളതും അറിവിയെന്നതും ശുദ്ധവുമാണ്. അതെങ്ങനെയാണ് ദുഃഖമുണ്ടാക്കുക? താരാവാച ദേഹോജിത് കാഷ്ടവത് രാമ ജീവോ നിത്യച്ഛിദാത്മക സുഖദുഃഖാദി സംബന്ധ കസ്യ സ്യാദ്രാവമേവത്. അല്ലയോ രാമ, ദേഹം അചേതനവും വിറകിന് തുല്യവുമാണ്. ജീവൻ നിത്യനും ജ്ഞാനരൂപനും എന്നിരിക്കെ സുഖദുഃഖാദി ബന്ധം ആർക്കാണുണ്ടാവുക? പറഞ്ഞു തന്നാലും. ശ്രീരാമ ഉവാച അഹങ്കാരാദി സംബന്ധോ യാവദ്ദേഹേന്ദ്രിയൈ സഹ സംസാരവസ്ഥാവദേവ സ്യാത് ആത്മനസ്ത്വ അവിവേകിനഃ മിഥ്യാരോപിത സംസാരോ ന സ്വയം വിനിവർത്തത്തെ വിഷയാൻ ധ്യായമാനസ്യ സ്വപ്നേ മിഥ്യാഗമോ യഥാ. ശ്രീരാമൻ പറഞ്ഞു, ഉടലിനോടും ഇന്ദ്രിയങ്ങളോടും എപ്പോൾ വരെ ആത്മാവിന് അഹങ്കാരാദി സംബന്ധം നിലനിൽക്കുമോ അപ്പോൾ വരെ അവിവേകിയായ അതിന് സംസാരവും ഉണ്ടായിരിക്കും. മിഥ്യയാൽ ആരോപിതമായ സംസാരം തനിയെ ഒഴിയുകയില്ല. വിഷയങ്ങളെ ധ്യാനിപ്പവന് സ്വപ്നത്തിൽ വസ്തുക്കളുടെ മിഥ്യാപ്രാപ്തി എന്ന പോലെ ഈ സംസാരം നിലനിൽക്കും. അനാദിവിദ്യാസംബന്ധാത് തത്കാര്യാഹങ്കൃതേസ്തഥാ സംസാരോപ്യപാർത്ഥകോപി സ്യാത് രാഗദ്വേഷാദിസങ്കുലഃ. ഈ സംസാരം അർത്ഥഹീനമെങ്കിലും അനാദിയായ അവിദ്യയോടും അതുപോലെ തൽക്കാര്യമായ അഹങ്കാരത്തോടുമുള്ള സംബന്ധത്താൽ രാഗദ്വേഷാദികൾ
നിറഞ്ഞ് നിലകൊള്ളും. മനയേവ ഹി സംസാരോ ബന്ധശ്ചൈവ മനഃശുഭേ ആത്മാ മനസ്സമാനത്വം ഏത്യ തദ്ഗതബന്ധവാക് യഥാ വിശുദ്ധസ്ഫടികോ അലക്തകാദി സമീപക തത്വദ്വർണയുഗാഭാതി വസ്തുതോ നാസ്തി രഞ്ജനം. ശുഭേ, മനസ്സ് തന്നെയാണ് സംസാരം. ബന്ധവും മനസ്സ് തന്നെ. ആത്മാവും മനസ്സുമായി സമാനത്വം പ്രാപിക്കിയാൽ അതിലെ ബന്ധത്തിന് പങ്കാളിയാകുന്നു. കോലരക്കിൻ്റെയും മറ്റും അരികിലിരിക്കുന്ന ശുദ്ധ സ്ഫടികം എങ്ങനെയാണോ അതിൻ്റെ നിറമാർന്ന് വിളങ്ങുകയും തത്വത്തിൽ നിറമേശാതിരിക്കുകയും ചെയ്യുന്നത്, അതുപോലെയാണ് ബുദ്ധി ഇന്ദ്രിയാദിയുടെ സാമീപ്യത്താൽ ആത്മാവിന് ബലാൽ സംസാരബന്ധം വന്നു ചേരുന്നത്. ആത്മാ സ്വലിംഗം തുമന പരിഗൃഹ്യതദുദ്ഭവാൻ കാമാൻ ജുഷൻ ഗുണൈർബദ്ധ സംസാരേ വർത്തതേ അവശഃ ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തദ കർമ്മണ്യനേകധാ ശുക്ലലോഹിത കൃഷ്ണാനി ഗതയസ്തൽസമാനത ഏവം കർമ്മവശാജീവോ ഭ്രമത്യാ അത്ഭുത സംപ്ലവം. ആത്മാവ് തൻ്റെ ഉപാധിയായ മനസ്സിനെ ആശ്രയിച്ച് അതിലുളവാകുന്ന ഭോഗങ്ങൾ ആസ്വദിക്കുന്നു. ഗുണബന്ധത്താൽ അവശനുമായി സംസാരത്തിൽ കഴിയുകയും ചെയ്യുന്നു. ആദ്യം മനസ്സിൻ്റെ ഗുണങ്ങൾ രുചിക്കുകയും പിന്നെ വെണ്മ, ശോണിമ, കാളിമ ഇവ കലർന്ന നാനാകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവയ്ക്കനുസൃതമായ ഗതികൾ ആർജിക്കുകയും ചെയ്യും. ഇങ്ങനെ കർമ്മവശകനായി ജീവൻ പ്രളയകാലം വരെ ചുറ്റിത്തിരിയുന്നു. സർവോപസംഹൃതൗ ജീവോ വാസനാഭി സ്വകർമ്മഭി അനാദ്യവിദ്യാവശക തിഷ്ഠത്യഭിനിവേശതഃ. പ്രളയത്തിൽ എല്ലാം ഒടുങ്ങുമ്പോഴും ജീവൻ സ്വകർമ്മങ്ങളാലും വാസനകളാലും ഉളവായ അഭിനിവേശത്താൽ അനാദിയായ അവിദ്യക്കടിപ്പെട്ട് കിടക്കുന്നു. സൃഷ്ടികാലേ പുന പൂർവവാസനാമാനസൈ സഹ ജായതേ പുനരപ്യേവം ഘടീയന്ത്രമിവാപശ. പിന്നീട് അടുത്ത സൃഷ്ടി ഉണ്ടാകുമ്പോൾ വീണ്ടും മുൻവാസന പേറി മനോവൃത്തികളോടെ ഘടീയന്ത്രമെന്ന വണ്ണം അവശനായി പിന്നെയും ഇങ്ങനെ ജനനം വന്നുകൊണ്ടേയിരിക്കും. യഥാ പുണ്യവിശേഷേണ ലഭതേ സംഗതിം സദാം മദ്ഭക്താനാം സുശാന്താനാം തഥാ മദ്വിഷയാമതി. പുണ്യവിശേഷം കൊണ്ട് പരമശാന്തരും എൻ്റെ ഭക്തരുമായ സത്തുക്കളുമായി സംസർഗം ലഭിക്കുന്നതോടെ മനസ്സ് എന്നിലേക്ക് തിരിയുകയും ചെയ്യും. മത്കഥാശ്രവണേ ശ്രദ്ധാ ദുർലഭാ ജായതേ തതസ്വരൂപ വിജ്ഞാനം അനായാസേന ജായതേ. അതിൽ നിന്ന് എൻ്റെ കഥ കേൾക്കുന്നതിൽ ദുർലഭമായ ശ്രദ്ധ ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി പ്രയാസമന്യേ ആത്മജ്ഞാനം ഉദിക്കുകയും ചെയ്യും. തദാചാര്യപ്രസാദേന വാക്യാർത്ഥജ്ഞാനദക്ഷണമാത് ദേഹേന്ദ്രിയമനപ്രാണാഹങ്കൃതിഭി പൃഥക്സ്ഥിതം സ്വാത്മാനുഭവത സത്യം ആനന്ദാത്മാനമദ്വയം ജ്ഞാത്വാ സദ്യോ ഭവേന്മുക്ത സത്യമേവമയോദിതം. ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ ഗുരുകൃപ കൊണ്ട് തത്വമസ്യാദി വാക്യങ്ങളുടെ അർത്ഥം അറിയുകയും അതുകൊണ്ട് ദേഹം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, അഹങ്കാരം ഇവയിൽ നിന്ന് അകന്നു നിൽക്കുന്നതായ ഏകനായ ആനന്ദരൂപനായ ആത്മാവിനെ സ്വാനുഭവം കൊണ്ട് വേഗം അറിഞ്ഞ് ഉടനടി മുക്തനാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഏവം മയോദിതം സമ്യഗാലോചേതിയോനിശം തസ്യ സംസാര ദുഃഖാനി ന സ്പൃശന്തി കഥാചന. ഞാനിങ്ങനെ പറഞ്ഞ കാര്യം ആരാണോ എപ്പോഴും നന്നായി ആലോചിക്കുന്നത് അവന് ഒരു കാലത്തും സംസാരക്ലേശങ്ങൾ ഉണ്ടാവുകയേയില്ല. ത്വം അപ്യേതന്മയാ പ്രോക്തമാലോചയ വിശുദ്ധതി സ്പൃശ്യസേ ദുഃഖജാലൈ കർമ്മബന്ധാത് വിമോക്ഷ്യസേ. നീയും വിശുദ്ധ ബുദ്ധിയോടെ ഞാൻ പറഞ്ഞതായി തത്വം നന്നായി ചിന്തിക്കുക.
ദുഃഖജാലങ്ങൾ നിന്നെ സ്പർശിക്കുകയില്ല. കർമ്മബന്ധത്തിൽ നിന്ന് മുക്തയുമാകും. പൂർവജന്മനി തേ ശുഭ്രു കൃതാ മദ്ഭക്തിരുത്തമ അധസ്തവ മോക്ഷായ രൂപം മേ ദർശിതം ശുഭേ. അല്ലയോ സുന്ദരി, നിന്റെ പൂർവജന്മത്തിൽ മികച്ച ഭക്തി എന്നിൽ നീ പുലർത്തിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മോക്ഷസാധകമായ എൻ്റെ രൂപം നിനക്ക് ഞാൻ കാട്ടിത്തന്നത്. ധൃത്വാമദ്രൂപമനിശം ആലോചയമയോദിതം പ്രവാഹപതിതം കാര്യം കുർവന്ത്യഭിനലിപ്സ്യസേ. നിരന്തരം എൻ്റെ രൂപം ധ്യാനിച്ച് ഞാൻ ചൊന്നത് ആലോചിക്കുക. പ്രാരബ്ധാനുസരണം വന്നു ചേർന്ന കർമ്മം ചെയ്താലും അത് നിന്നെ ബാധിക്കുകയില്ല. ശ്രീരാമേണോദിതം സർവശ്രുത്വാ താരാതിവിസ്മിത ദേഹാഭിമാനജം ശോകം ത്യക്ത്വാ നത്വാ രഘോത്തമം ആത്മാനുഭവസന്തുഷ്ട ജീവന്മുക്താ ബഭൂവഃ ക്ഷണസംഗമമാത്രേണ രാമേണ പരമാത്മന അനാദിബന്ധം നിർധൂയ മുക്താ സാ അഭിവികൽമഷാ സുഗ്രീവോ വിതച്ഛ്രുത്വാ രാമവക്ത്രാൽ സമീരിതം ജഹാവജ്ഞാനമഖിലം സ്വസ്ഥചിത്തോ അഭവത്തദാ തതഃ സുഗ്രീവമാഹേദം രാമോ വാനരപുങ്കവം. ശ്രീരാമൻ പറഞ്ഞതെല്ലാം കേട്ട് താര അതിവിസ്മയത്തോടെ നിന്നു. ദേഹാഭിമാനത്തിൽ നിന്നുളവായ ശോകം വിട്ട് അവൾ ശ്രീരാമനെ വണങ്ങി. ആത്മാനുഭവത്താൽ പ്രസന്നയും ജീവൻ മുക്തയുമായി പരമാത്മാവായ രാമനുമായുള്ള ക്ഷണസമ്പർക്കത്താൽ തന്നെ അവളും നിഷ്പാപയും അനാദിബന്ധമറ്റ് മുക്തയും ആയിത്തീർന്നു. സുഗ്രീവനും രാമൻ്റെ തിരുമുഖത്തു നിന്ന് ഉതിർന്നതായ വാക്കുകൾ കേട്ട് അജ്ഞാനമെല്ലാം വിട്ട് അപ്പോൾ തന്നെ സ്വസ്ഥചിത്തനായി തീർന്നു. അതിനുശേഷം രാമൻ കപിവരനായ സുഗ്രീവനോട് പറഞ്ഞു, ഭ്രാതൃജ്യേഷ്ഠസ്യ പുത്രേണ യദുക്തം സാമ്പരായികം കുരു സർവം യഥാന്യായം സംസ്കാരാദിമമാജ്ഞയാ. എൻ്റെ ആജ്ഞപ്രകാരം ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രനെ കൊണ്ട് ഉചിതമായ പരലോകഗതിക്കുള്ള സംസ്കാരാദികളെല്ലാം യഥാവിധി ചെയ്യണം. തദേതി ബലിഭിർമുഖ്യൈർവാനരൈ പരിണീയതം ബാലിനം പുഷ്പകേ ക്ഷിപ്ത്വാ സർവരാജോപചാരകൈ ഭേരീദുന്ദുഭിർനിർഘോഷൈർബ്രാഹ്മണൈർമന്ത്രിഭിः സഹ യുധവൈർവാനരൈർപൗരൈസ്താരയാച അംഗദേന ച ഗത്വാ ചകാരസൽ സർവം യഥാശാസ്ത്രം പ്രയത്നത സ്നാത്വാ ജഗാമ രാമസ്യ സമീപം മന്ത്രിഭിः സഹ. അങ്ങനെയെന്ന് പറഞ്ഞ് സുഗ്രീവൻ പ്രബലരായ വാനരന്മാരോടൊപ്പം ആ ബാലിയെ കൊണ്ടുവന്ന് പുഷ്പശയ്യയിൽ കിടത്തി. എല്ലാ രാജകീയ ഉപചാരങ്ങളോടും കൂടി പെരുമ്പറ, ചെണ്ട എന്നീ വാദ്യഘോഷങ്ങളോടും കൂടി ബ്രാഹ്മണർ, മന്ത്രിമാർ, ഗണാധിപന്മാർ, വാനരർ, പൗരർ, താര, അംഗദൻ എന്നിവരോടും കൂടി ചേർന്ന് ശാസ്ത്രാനുസാരം അന്ത്യേഷ്ടികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. കുളി കഴിച്ച് മന്ത്രിമാരോടുകൂടെ സുഗ്രീവൻ രാമൻ്റെ അടുത്തേക്ക് ചെന്നു. നത്വാ രാമസ്യ ചരണോ സുഗ്രീവപ്രാഹ ഹൃഷ്ടധീ രാജ്യം പ്രശാതി രാജേന്ദ്ര വാനരാണാം സമൃദ്ധിമത്ത്. രാമൻ്റെ അടുത്തു വന്ന് വണങ്ങിയിട്ട് പ്രസന്നചിത്തനായ സുഗ്രീവൻ പറഞ്ഞു, അല്ലയോ രാജേന്ദ്ര, സമൃദ്ധിമത്തായ ഈ രാജ്യം അങ്ങ് ഭരിച്ചാലും ദാസോഹം ദേ പാദപത്മാം സേവേ ലക്ഷ്മണവച്ചിരം യതി കുതോ രാഘവ പ്രാഹ സുഗ്രീവം സസ്മിതം വച. ഞാൻ അങ്ങയുടെ ദാസനാണ്, ലക്ഷ്മണനെപ്പോലെ എന്നും പാദപങ്കജം സേവിച്ചുകൊള്ളാം. ഇങ്ങനെ സുഗ്രീവൻ പറഞ്ഞപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ത്വമേവാഹം ന സന്ദേഹ ശീഘ്രം ഗച്ഛ മമാജ്ഞയ പുരരാജ്യാധിപത്യേ ത്വം സ്വാത്മാനം അഭിഷേചയ നഗരം ന പ്രവേക്ഷ്യാമി ചതുർദശ സമാസഖേ ആഗമിഷ്യതി മേ ഭ്രാത ലക്ഷ്മണ പത്തനം തവ അംഗദം യൗവരാജ്യേ ത്വം അഭിഷേചയ സാദരം
അഹം സമീപേ ശിഖരേ പർവതസ്യ സഖാനുജ വത്സ്യാമി വർഷദിവസാസ്തസ്ത്വം യജ്ഞവാൻ ഭവ കിഞ്ചിത് കാലം പുരേ സ്ഥിത്വാ സീതായാ പരിമാർഗണേ. നീയും ഞാനും ഒന്ന് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ആജ്ഞപ്രകാരം നീ പോയി രാജ്യത്തിൻ്റെ അധീശ പദവിയിൽ വാഴുക. സ്നേഹിത, 14 വർഷത്തേക്ക് നഗരത്തിൽ ഞാൻ കടക്കുകയില്ല. എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ എനിക്ക് വേണ്ടി നിന്റെ നഗരിയിൽ വരും. നീ അംഗദനെ ബഹുമാനപൂർവ്വം യുവരാജാവായി വാഴിക്കണം. വർഷകാല ദിനങ്ങളിൽ ഞാൻ അനുജനോടൊത്ത് അടുത്തുള്ള ഗിരിശിഖരത്തിൽ പാർക്കാം. കുറേ നാൾ നഗരത്തിൽ കഴിഞ്ഞതിന് ശേഷം നീ സീതാന്വേഷണത്തിൽ യത്നിക്കണം. സാഷ്ടാംഗം പ്രണിപത്യാഹ സുഗ്രീവോ രാമപാദയോ യദാജ്ഞാപയസേ ദേവ തത്തദൈവ കരോമ്യഹം. അനുജ്ഞാതശ്ച രാമേണ സുഗ്രീവസ്തു സലക്ഷ്മണ ഗത്വാ പുരം തഥാ ചക്രേ യഥാ രാമേണ ചോദിതഃ. സുഗ്രീവേണ യഥാ ന്യായം പൂജിതോ ലക്ഷ്മണസ്തദാ ആഗത്യ രാഘവം ശീഘ്രം പ്രണിപത്യോപദസ്തിവാൻ. തഥാ രാമോ ജഗാമാശു ലക്ഷ്മണേന സമന്വിതഃ പ്രവർഷണഗിരേരൂർധ്വം ശിഖരം ഭൂരിവിസ്തരം. സുഗ്രീവൻ രാമപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ദേവാ, അങ്ങ് എന്താജ്ഞാപിക്കുന്നുവോ അതുപോലെ ഞാൻ ചെയ്യാം. രാമൻ്റെ അനുമതിയോടെ സുഗ്രീവനാകട്ടെ ലക്ഷ്മണനോടൊത്ത് നഗരിയിലെത്തി രാമൻ നിർദ്ദേശിച്ചതുപോലെയെല്ലാം ചെയ്തു. സുഗ്രീവനാൽ യഥോചിതം പൂജിക്കപ്പെട്ട ലക്ഷ്മണൻ അപ്പോൾ ശീഘ്രം മടങ്ങി വരികയും രാമനെ പ്രണമിച്ച് രാമൻ്റെ സമീപത്ത് നിൽക്കുകയും ചെയ്തു. ലക്ഷ്മണസമേതനായ രാമൻ പ്രവർഷണഗിരിയുടെ വിസ്താരമേറിയ ഉന്നത ശിഖരത്തിലേക്ക് വേഗം പോയി. തത്രൈകം ഗഹ്വാരം ദൃഷ്ട്വാ സ്ഫടികം ദീപ്തിമച്ഛുഭം വർഷവാതാതപസ്സഹം ഫലമൂലസമീപകം വാസായ രോജയാമാസ തത്ര രാമസലക്ഷ്മണ. പ്രവർഷണഗിരിയിൽ വളരെ ശുഭകരവും വെളിച്ചമുള്ളതുമായ മഴയും കാറ്റും ചൂടും തടുക്കാൻ ഉതകുന്നതുമായ ഒരു ഗുഹയിൽ തങ്ങി. സമീപത്ത് ഫലമൂലങ്ങൾ ലഭിക്കുന്ന സ്ഫടികക്കല്ലിലുള്ളതായ ഗുഹ കാണുകയാൽ ലക്ഷ്മണനോടൊപ്പം സന്തോഷത്തോടുകൂടി രാമൻ അവിടെ തങ്ങി. ദിവ്യമൂലഫലപുഷ്പസംയുതേ മൗക്തികോപമജലൗഖപൽവലേ ചിത്രവർണ്ണ മൃഗപക്ഷിശോഭിതേ പർവ്വതേ രഘുകുലോത്തമോ വസത്. വളരെ ദിവ്യങ്ങളായ മൂലഫലങ്ങൾ, പൂക്കൾ ഇവയെല്ലാം ചേർന്നതും മുത്തിനൊത്ത തെളിനീർ നിറഞ്ഞ കുളമുള്ളതും ചിത്രവർണ്ണ പൊലിമയാർന്ന പക്ഷിമൃഗങ്ങളാൽ ശോഭിതവുമായ ആ പർവ്വതത്തിൽ രഘുവംശോത്തമൻ താമസിച്ചു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമകേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ തൃതീയ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.